ഇതാണ് വീട്? ഇതാണ് ഞങ്ങളുടെ വീട്. അത് പേരെന്താ? അബൂബക്കർ. തിന്നേരയിൽ ഒരുപാട് നാളായോ? എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ താമസം? വേറെ ദ്വീപിലേക്കൊന്നും പോവാറില്ലേ? പോകും, ആവശ്യം വരുമ്പോൾ പോകും. ഈ ദ്വീപിലിപ്പോ വേറെ താമസക്കാരുണ്ടോ മലയാളികളായിട്ട്? കുറച്ചങ്ങോട്ട് 4 കുടുംബമുണ്ട്. 4 കുടുംബമുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് 2 ഉണ്ട്. അപ്പൊ അവര് പുറത്തേക്കൊക്കെ എങ്ങനെ പോവാ? എവിടെ പുറത്തേക്ക്? പുറത്തേക്ക് സ്ഥലങ്ങളിൽ കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടി, സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് അകത്തിൽ പോവും, ബോട്ടിന് പോവും. റാഹത്ത് അൽഹംദുലില്ലാ അല്ലേ? ഇവിടെ ദീപുണ്ടൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത്. ദീപുണ്ട് ഉണ്ട് ഇവിടെ അല്ലേ? ദീപുണ്ട് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടെ ഇവിടെ നിന്ന്. 19 വയസ്സ് തൊട്ട് ഞാൻ ഇവിടെയാണ്. ഇപ്പോൾ ഒരു 70-71 വയസ്സായി. ബോട്ട് സർവീസ് ഇവിടെ സ്ഥിരം. ബാക്കിയുള്ള മനസ്സുമില്ലാത്ത കാര്യം എല്ലാം സ്ഥിരം ബോട്ട് യാത്ര. അപ്പോൾ എങ്ങനെ യാത്രാ ബോട്ടാണ്? യാത്ര ബോട്ടില്ല, നിങ്ങൾ വന്നില്ലേ? അതുപോലെ അതിൽ കയറി പോകും. അതില് അവർ കൊണ്ടുപോയി. ഇവരാണ് അപ്പൊ നമുക്ക് എല്ലാ സഹായം ചെയ്തത്. എല്ലാ ബോട്ടുകാരും നമുക്ക് സാധനം കൊണ്ടുവരും. കാരണം ഞങ്ങളിവിടെ വന്നാൽ അവരെയും കൊണ്ട് അങ്ങനെയാണ് എല്ലാവരെയും. നീര ഇവിടെ ഉണ്ട്. നീരയുടെ സമയം കഴിഞ്ഞു. 30 രൂപ. അത് 30 രൂപ ചെറുതായിട്ടാണ് കാണുക. അത് 30 ആകാനുള്ള കാരണം പറയണ്ടേ? 1 കിലോ ശർക്കര, ജീവൻ ശർക്കര, ഞങ്ങൾ ഉണ്ടാക്കുന്ന ശർക്കര 1000 രൂപ. അത് 1 കിലോ വാങ്ങിക്കും. 14 തേങ്ങ ചിരച്ച് അതിലിടും. 14 തേങ്ങക്ക് ഒരു തേങ്ങക്ക് 10-15 രൂപ കൊടുക്കണം. പിന്നെ തെങ്ങ് കയറുന്നവട്ട് 65 രൂപ തെങ്ങ് കയറുന്നവർ കൊടുക്കണം. പിന്നെ പാകത്തിന് അരി വറുത്ത് കുടിച്ചത് അതങ്ങനെ ഒരു 4 മണിക്കൂറെങ്കിലും അടുപ്പിൽ ഞങ്ങൾ പണിയെടുക്കണം. ഇതെല്ലാം കൂട്ടിയാൽ, ഇതിനേക്കാൾ കൂട്ടിയാൽ ഞങ്ങൾക്ക് മുതലാവില്ല. കണ്ടാൽ ചെറുതായിട്ട് തോന്നും, അത് അങ്ങനെ കണക്കാക്കിയതാണത്. അപ്പോൾ അതൊക്കെ കൂട്ടി ഉള്ളതല്ലേ, ഇതിൻ്റെ വില ഒപ്പിച്ചതല്ലേ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 25 രൂപ കിട്ടും. അകത്തിയിൽ അത് ബിസിനസിനെ കുറിച്ച് പറയാൻ പാടില്ലല്ലോ. അതിൽ ചിലപ്പോൾ OLX ഉണ്ടാവും, അമുലുണ്ടാവും, പലതും ചേർത്തുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ഉണ്ടായാൽ അവർക്ക് അങ്ങനെ വിലാകും. ഞങ്ങൾക്ക് 1000 രൂപ കൊടുത്ത് ശർക്കര വാങ്ങിക്കാതെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് നാച്ചുറലാണ്, ഒന്നും കൂട്ടാത്തതാണ്. ഇതാണ് ദീപുണ്ട് അല്ലേ? അത്യാവശ്യം ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്ന ആൾക്കൊന്ന് ചെറിയ പീസ് ചെറിയ പീസ് എനിക്കിതാ. ചെറിയ പീസ് ഇങ്ങോട്ട് തരും. ചെറിയ ചെറിയ പീസ്. സംഗതി കൊള്ളാം. പൊളി പൊളി പൊളി. കേട് വരില്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഞങ്ങൾ ഹജ്ജിന് പോകുന്നവർ കൊണ്ടുവന്ന കൂടുതൽ ഇതാണ്. അത് ഒരു സഞ്ചിയിൽ അവർ ബാഗിൽ കഴുത്തിലുണ്ടാവും. എവിടെ പോകുമ്പോഴും വിശപ്പ് വരുമ്പോൾ ഒരു 4 എണ്ണം കഴിക്കും, ഒരു കുപ്പി വെള്ളം കുടിക്കും. പിന്നെ ഭക്ഷണം വേണമെന്നില്ല. അപ്പോൾ അത്രയും 3-4 മാസം കൂടിയാണ് അവർ ഹജ്ജ് കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ഒന്നും ഇത് കേട് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 4 മാസത്തേക്ക് ഒന്നും സംഭവിക്കും. ദീപുണ്ട് അവിടുന്ന് കിട്ടില്ല കേട്ടോ.